നമസ്തേ. വെറും 38,000-ഓളം ആളുകൾ മാത്രമുള്ള ഒരു രാജ്യത്തെപ്പറ്റി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? പട്ടാളമില്ലാത്ത, എയർഫോഴ്സ് ഇല്ലാത്ത, നേവി ഇല്ലാത്ത, ആർമി ഇല്ലാത്ത, എന്നാൽ ചില പോലീസുകാർ മാത്രം നിയന്ത്രിക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യം. ഓസ്ട്രിയയ്ക്കും സ്വിറ്റ്സർലൻഡിനും ഇടയിൽ ആൽസ് പർവ്വതനിരകളെ തഴുകി നിൽക്കുന്ന ഈ ചെറിയ രാജ്യത്തിൽ സ്വിസ് ഫ്രാങ്കാണ് കറൻസി. കൂടാതെ സ്വിറ്റ്സർലൻഡുമായി അഭേദ്യമായ ബന്ധമുള്ളതിനാൽ സ്വിസ് കലർന്ന ജർമ്മൻ ഭാഷയാണ് ഇവരുടെ ഭാഷ. പോക്കറ്റടിയും ട്രാഫിക് റെഗുലേഷനിലെ ഫൈനുകൾ മാത്രം വലിയ ക്രൈം റേറ്റുള്ള ഈ കുഞ്ഞൻ രാജ്യത്തിൽ ഒരു എയർപോർട്ട് പോലുമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ വളരെ സാമ്പത്തികമായി ശക്തമായ ഒരു രാജ്യം കൂടിയാണ്. അങ്ങനെയുള്ള ലിechtenstein എന്ന ഈ കുഞ്ഞൻ രാജ്യത്തിലാണ് ഇതിൻ്റെ മുഴുവൻ വിശേഷങ്ങളും കാണാൻ അവസാനം വരെ നിങ്ങൾ കാതോർത്തിരിക്കുക. യൂറോപ്പിൻ്റെ ഹൃദയഭാഗത്ത് സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ രാജ്യം ലിechtenstein. വിസ്തൃതിയിലും ജനസംഖ്യയിലും ചെറുതായിരുന്നാലും അതിൻ്റെ പ്രത്യേകതകളും കൗതുകങ്ങളും അതിനെ ലോകശ്രദ്ധയിൽ എത്തിക്കുന്നു. ആദ്യമായി കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവുന്നൊരു കാര്യം, ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യ വെറും 40,000-ൽ താഴെ മാത്രമാണ്. അതായത് ഒരു സാധാരണ വലിയ നഗരത്തിൻ്റെ ഒരു ചെറിയ പ്രദേശത്തേക്കാൾ കുറവ് ആളുകൾ മാത്രമാണ് മൊത്തം രാജ്യത്തിൽ കൂടി താമസിക്കുന്നത്. രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് വഡൂസ് ആണ്. അത് ലോകത്തിലെ ഏറ്റവും ചെറിയ തലസ്ഥാന നഗരങ്ങളിലൊന്നാണ്. അതിലും കൗതുകമായിട്ട് പറഞ്ഞാൽ വഡൂസിനേക്കാൾ ജനസംഖ്യ കൂടുതലുള്ളൊരു പട്ടണം ഷാനാണ് അവിടെ തന്നെ ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തമാശയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക്. സാധാരണയായി ട്രാഫിക് നിയമത്തിൻ്റെ ലംഘനങ്ങളും ചെറിയ പോക്കറ്റ് അടിയൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രൈം റേറ്റ്. അതിനാൽ തന്നെ ലോകത്തിലെ സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുമ്പിൽ തന്നെ ഉണ്ട് ലിechtenstein. ക്രൈം വളരെ അപൂർവമാണെന്ന് തന്നെ പറയാം. ലിechtenstein സ്വന്തമായിട്ടൊരു എയർപോർട്ട് പോലും ഇല്ല. ഇവിടുത്തെ അടുത്തുള്ള വിമാനത്താവളം സ്വിറ്റ്സർലൻഡിലാണുള്ളത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണ്. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു നേവിയോ എയർഫോഴ്സോ ആർമിയോ ഒന്നുമില്ല. രാജ്യത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങളിൽ പോലീസ് മാത്രമാണുള്ളത്. സ്വിറ്റ്സർലൻഡുമായിട്ടുള്ള ഒരു സഹകരണമാണ് ഇവരുടെ ഒരു പ്രധാന ആശ്രയം എന്ന് പറയുന്നത്. എന്നാൽ ചെറുതെന്ന് പറഞ്ഞാലും പല കാര്യങ്ങളിലും പിന്നോക്കമാണെന്ന് തന്നെ അർത്ഥമില്ല. ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളൊന്നു തന്നെയാണ് ലിechtenstein. ഇവിടുത്തെ കോർപ്പറേറ്റ് ടാക്സ് വെറും 12.5% മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ അവിടെ വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത്, ലോകത്തിലെ കൃത്രിമമായിട്ടുള്ള വെപ്പ് പല്ലുകൾ ഉണ്ടാക്കുന്ന ഏകദേശം 20% ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. അത് തന്നെ വളരെ ഒരു അതിശയകരമായ സത്യം തന്നെയാണ്. ദന്തൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ഈ ചെറിയ രാജ്യം ഒരു ഗ്ലോബൽ ശക്തി തന്നെയാണ്. ഒളിമ്പിക്സിലും ലിechtenstein അതിശയിപ്പിക്കുന്നുണ്ട്. ജനസംഖ്യയെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ രാജ്യമാണ് ലിechtenstein. ഇവർ നേടിയ 10 മെഡലുകൾ ആൽപൈൻ സ്കീയിങ്ങിലൂടെ തന്നെയാണ്. ഇനി മറ്റൊരു രസകരമായ സംഭവം പറഞ്ഞാൽ, സ്വിസ് സൈന്യം പരിശീലനത്തിനിടെ അബദ്ധത്തിലാണെങ്കിൽ പോലും പലവട്ടം ലിechtensteinൻ്റെ അതിർത്തി കടന്നായ രേഖകളുണ്ട്. വലിയ കാര്യമൊന്നുമല്ല, അവിടെ അവർ വളരെ ഫ്രണ്ട്ലിയാണ്. എന്നാൽ പോലും ചിലപ്പോൾ 1 കിലോമീറ്റർ അധികം തന്നെ അകത്തേക്ക് സൈന്യം പരിശീലനത്തിനിടയ്ക്ക് കടന്നിട്ടുണ്ട്. ഇവരുടെ ദേശീയഗാനം കേട്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചിതമായിട്ട് തോന്നും. കാരണം അതിൻ്റെ സംഗീതം ബ്രിട്ടൻ്റെ ഗോഡ് സേവ് ദ ക്യൂൻ എന്ന ദേശീയഗാനത്തിൻ്റെ അതേ മെഡലിലാണുള്ളത്. ഇവിടുത്തെ നാഷണാലിറ്റി അല്ലെങ്കിൽ പൗരത്വം കിട്ടാനായിട്ട് വളരെ പാടാണ്. നമ്മൾ സാധാരണ യൂറോപ്യൻ കൺട്രി പോലെ അല്ല. ഏകദേശം 30ഓളം വർഷങ്ങൾ അവിടെ താമസിച്ചാലേ കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. തന്നെയല്ല, എന്നിരുന്നാൽ പോലും ആളുകളൊക്കെ വോട്ട് ചെയ്ത് അവരുടെ അപ്രൂവലൊക്കെ മേടിച്ചാൽ മാത്രമേ അവിടെ നാഷണാലിറ്റി കിട്ടുകയുള്ളൂ. ആൽസ് മലനിരകളുടെയൊക്കെ നടുവിൽ പ്രകൃതി സൗന്ദര്യവും സമാധാനവും സമ്പത്തും ചേർന്ന ഒരു അപൂർവമായ കുഞ്ഞൻ രാജ്യം, അതാണ് ലിechtenstein. ഇതുപോലെയുള്ള വേറൊരു കൗതുകകരമായ യാത്രാവിവരണങ്ങളുമായി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. തത്വമയിക്ക് വേണ്ടി രതീഷ് വേണുഗോപാൽ. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.